നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ലിസ്റ്റ് ഇന്നിറങ്ങുമെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. UDFന്റെ 140 സീറ്റിലും ഇന്ന് തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെ സുധാകരനുമായി നിരന്തരമായി സംസാരിക്കാറുണ്ടെന്നും തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നതെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. എല്ലാം പരിഹരിച്ചല്ലോ, ഇല്ലെങ്കിൽ മടങ്ങാൻ പറ്റില്ലല്ലോ. ഇന്ന് വെളുപ്പാങ്കാലത്ത് 2 മണിക്ക് ഞങ്ങളുടെ യോഗം തീർന്ന് എല്ലാം പരിഹരിച്ചു. ഈ ലിസ്റ്റ് ഇന്നിറങ്ങും. അല്ല, അത് 5 മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടൊന്നുമില്ല. 5നും തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവും. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ 55 മണ്ഡലങ്ങൾ ഇറങ്ങി. കോൺഗ്രസ് മത്സരിക്കുന്നത് 95 മണ്ഡലങ്ങളിലാണ്. ആ 95 മണ്ഡലങ്ങളിലും തീരുമാനം ഇന്നുണ്ടാവും. UDFന്റെ എല്ലാ ഘടകകക്ഷികളുടെയും തീരുമാനം ഉണ്ടാവും. 140 സീറ്റും UDFന്റെ ഇന്ന് തീരുമാനമുണ്ടാവും. അല്ല, അത് അനൗൺസ് ചെയ്യും പറയാം. അല്ല, അതൊക്കെ അനൗൺസ് ചെയ്യും പറയാം. ഞാൻ അതിൻ്റെ അകത്ത് കോൺഗ്രസ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെൻറ്റ് അത് കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ കയ്യിലേക്ക് അദ്ദേഹം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അദ്ദേഹം 2 മണി വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അത് പ്രഖ്യാപിക്കും. അല്ല, നിങ്ങൾ തന്നെയല്ല എല്ലാ ദിവസവും വാർത്ത ഉണ്ടാക്കുന്നത്. അതിന് എല്ലാത്തിനും ഞാനെങ്ങനെ മറുപടി പറയണം? അല്ല, അതെല്ലാം ഇന്ന് നിങ്ങൾക്ക് ലിസ്റ്റ് അനൗൺസ് ചെയ്യാൻ പറയാം. ലിസ്റ്റിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും പറയാതെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഓരോ ലിസ്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ അറിയാമല്ലോ. കുറച്ച് നേരം കൂടി കാത്തിരുന്നാൽ പോരെ, നേരം വെളുത്തല്ലേ. അല്ലല്ല, അതൊക്കെ നിങ്ങളുടെ സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് ഞാനെങ്ങനെ മറുപടി പറയണത്? അല്ല, നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുന്നത്? നിങ്ങളെ സാങ്കല്പികമായ ചോദ്യങ്ങൾക്ക് ഞാനെങ്ങനെയാണ് പറയുന്നത്? നിങ്ങൾ കുറേ ദിവസമായല്ലോ. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ല, എൻ്റെ കൂടി നേതാവാണ്. ഞാൻ അദ്ദേഹമായിട്ട് നിരന്തരമായി സമ്പർക്കത്തിലുണ്ട്. അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട്, എപ്പോഴും സംസാരിക്കാറുണ്ട്. അതിൽ വാർത്തയാണ് കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്നു, അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നു. ഞങ്ങളെല്ലാം നിരന്തരമായ സമ്പർക്കത്തിലാണ്. ഒന്നാമത്തെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഇത്രയും ദിവസം. ഇനി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് ഞങ്ങൾ കടന്നു. ശ്രീ രാഹുൽ ഗാന്ധി വന്ന് തിരുവനന്തപുരത്ത് പുതുയുഗ യാത്രയുടെ സമാപനത്തോടു കൂടി കേരളത്തിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് ലോഞ്ചിങ് നടത്തി അദ്ദേഹം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ്. അത് അപ്പം ഞാൻ ചോദിച്ചല്ലോ, വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ ഈ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ രാവിലെ പറയും സുധാകരൻ മത്സരിക്കില്ല, ഉച്ചയാകുമ്പോൾ നിങ്ങൾ പറയും സുധാകരൻ മത്സരിക്കും. നിങ്ങൾക്ക് വേറെ വാർത്തകളില്ലാത്തതിന് ഞാൻ നിങ്ങളെ കളിയാക്കൊന്നുമല്ല, അത് നിങ്ങൾക്ക് വേറെ വാർത്തകളില്ല. അതുകൊണ്ടാണ് എന്തെല്ലാം വലിയ കലാപമാണ് CPM നടക്കുന്നത്. അവിടെ കുറച്ചുകൂടി ശ്രദ്ധിക്കും. വേണമെങ്കിൽ കുറച്ചുകൂടി വിസ്മയം ഉണ്ടാക്കി തരാം. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.